പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അധിഷ്ഠിതമായ നാം മഹത്വപ്പെടുമാറാകട്ടെ. സദൃശവാക്യം 27-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്കുകൾ നമുക്ക് ധ്യാനിക്കാം. സദൃശവാക്യം 27 പറയുന്നത് മനുഷ്യബന്ധങ്ങൾ, വിനയം, ജ്ഞാനം, ഭാവി കാര്യങ്ങളിലെ കരുതൽ എന്നിവയെക്കുറിച്ച് വിലയേറിയ ഉപദേശങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ്. എന്നാൽ ഇതിലെ പ്രധാന സന്ദേശങ്ങൾ എന്താണെന്ന് ധ്യാനിക്കുമ്പോൾ നാളെക്കുറിച്ചുള്ള അഹംഭാവം അരുത്, ഹ്യൂമിലിറ്റി ആൻഡ് ദ ഫ്യൂച്ചർ. നാളത്തെക്കുറിച്ച് പ്രശംസിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഇതിലെടുത്ത് പറയുന്നുണ്ട്. കാരണം നാളത്തെ പറ്റി അഹങ്കാരത്തോട് പലരും സംസാരിക്കാറുണ്ട്. ഇന്ന് ഇത്രത്തോളം ഞാൻ എത്തിയത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട്, എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട്, എൻ്റെ സ്വന്തം സമ്പത്ത് കൊണ്ട്, എൻ്റെ സ്വന്തം പണം കൊണ്ട് എന്ന് പറയും. അപ്പോൾ ആ സമ്പത്തും ആ പണവും ഒക്കെ നാളെയും ഇവരെ സഹായിക്കും, രക്ഷിക്കും എന്നുള്ളൊരു അഹംഭാവത്തോടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, വഴക്ക് കൂടുമ്പോഴൊക്കെ, ഇന്ന് ഞാനൊന്നും പറയുന്നില്ല, നാളെ നിനക്ക് ഞാൻ കാണിച്ചു തരാമടാ ഞാൻ ആരാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പലരും പിറ്റേ ദിവസം വെളിച്ചം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ജീവനോടിരിക്കുന്നത് തന്നെ കർത്താവായ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. നാളത്തെ പുലർക്കാല വെളിച്ചം നമ്മൾ കാണുവാൻ അനുവദിക്കണമെങ്കിൽ കർത്താവായ ദൈവം വിചാരിക്കണം. അതുകൊണ്ട് സ്വന്തമായിട്ട് പ്രശംസിക്കാതിരിക്കുക. നമ്മൾ ആരും തന്നെ അല്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ സംസാരിക്കാവുള്ളൂ, ജീവിക്കാവുള്ളൂ. താഴ്മയുള്ളവരായിട്ട് ജീവിക്കുക. നാളെക്കുറിച്ചുള്ള അഹംഭാവം അരുത്. കാരണം ഒരു ദിവസത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇന്നുള്ളവർ നാളെ ഉണ്ടാകുമോ എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? ഇന്നിങ്ങനെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നാളെ ഇങ്ങനെയാകും നമ്മുടെ ജീവിതമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുമോ? ഇന്ന് ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തൊരു നല്ല ഗുഡ് ന്യൂസ് വന്നാൽ നാളെ വരുന്നത് അതിന് വലിയൊരു ബാഡ് ന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ നാവുകളെ നമ്മളെ അടക്കി ദൈവികമായിട്ടുള്ള വചനങ്ങളിലൂടെ വിശ്വസിച്ച് ദൈവ വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ അഹങ്കരിക്കാതെ, അഹംഭാവമില്ലാതെ, നമ്മളെ പ്രശംസിപ്പിക്കാതെ കർത്താവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഈ വചനം നമ്മളെ അറിയിക്കുന്നത്. രണ്ടാമത്, ആത്മാഭിമാനം അരുത്, ഹ്യൂമിലിറ്റി. നിന്നെ നീ തന്നെയല്ല സ്തുതിക്കേണ്ടത്. നമ്മളെ തന്നെ അങ്ങ് സാക്ഷീകരിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ അതാണ്, ഇതാണ്, ആനയാണ്, പൂനയാണ് എന്നൊന്നും പറയുകയും ചെയ്യരുത്. നമ്മുടെ സാക്ഷ്യം നമ്മൾ ആരാണെന്ന് നമുക്ക് ചുറ്റുമുള്ളവരാണ് പറയേണ്ടത്. നമ്മളെ പറ്റിയുള്ള സാക്ഷ്യം മറ്റുള്ളവർ പറയണം. അല്ലാതെ അവിടെ ഇവിടെ ഓടി നടന്ന് നമ്മളെ തന്നെ അങ്ങ് പൊങ്ങച്ചം പറഞ്ഞങ്ങ് മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്നുള്ളത് അത് നല്ല സ്വഭാവം അല്ല. നമുക്ക് നമ്മളെ തന്നെ സാക്ഷീകരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രവൃത്തി, നമ്മളുടേതായിട്ടുള്ള ഓരോ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിൽ നമ്മളെ അറിയുന്ന ദൈവവും ആ ദൈവം സാക്ഷീകരിക്കണം. അത് ചിലപ്പോൾ മനുഷ്യരിലൂടെ ആയിരിക്കും നമ്മളെ പ്രശംസിക്കുന്നത്, നമ്മളെ ഉയർത്തുന്നത്. അപ്പം നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ ഉയർത്തുകയുള്ളൂ. അതുകൊണ്ട് പൊങ്ങച്ചം പറഞ്ഞ് നടക്കാതിരിക്കുക, തന്നെ തന്നെ സാക്ഷിയായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക. മറ്റുള്ളവർ നിങ്ങളെ സാക്ഷീകരിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും സ്വഭാവങ്ങളും ആയിരിക്കേണ്ടതാണ്. സ്വന്തമായിട്ട് ആത്മാഭിമാനം അരുത്. മൂന്നാമതായിട്ട് പറയുന്നത് സത്യസന്ധമായ സൗഹൃദം, ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഒരു സ്നേഹിതൻ വരുത്തുന്ന മുറിവുകളുണ്ട്. അത് വിശ്വസ്തതയുടെ ഒരു ഫലമാണ്.
നമ്മളെ തിരുത്തുന്ന സുഹൃത്തുക്കളും ശത്രുവിൻ്റെ കപടമായ സ്നേഹത്തേക്കാൾ നല്ലതാണ്. നല്ല സ്നേഹിതന്മാർ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യും. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നല്ല സ്നേഹിതൻ നമ്മളെ നന്നാക്കാൻ ശ്രമിക്കുന്നു, നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് ശ്രമിപ്പിക്കുന്ന, നമ്മളെ വഴി നടത്തുന്നതുമായിട്ടുള്ള ഒരു സ്നേഹിതനായിരിക്കും. ആ സ്നേഹിതൻ്റെ നല്ല ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം. അവൻ ചിലപ്പം വിശ്വസ്തതയുള്ളൊരു സ്നേഹിതൻ ചിലപ്പം മുറിവുകൾ കൊണ്ടുവന്നേക്കാം. എന്നാൽ അത് നമുക്കൊരു നല്ല ഫലം തരുന്ന മുറിവുകളായിരിക്കും പിന്നീട്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കൾ ശത്രുവിൻ്റെ കപടമായ സ്നേഹത്തേക്കാൾ നല്ലതാണ് എന്നുള്ള കാര്യം ഓർത്തോളുക. പരസ്പരമുള്ള മൂർച്ച കൂട്ടൽ. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. പ്രോവർബ് 27:17. നല്ല സുഹൃത്തുക്കൾ നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കാൻ സഹായിക്കുന്നു. നല്ല സുഹൃത്തുക്കൾ നമ്മളെ കൂടുതൽ ഉയർച്ചയിലേക്ക് നടത്തുവാനായിട്ട് സഹായിക്കുന്നു. നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നടത്തുവാനായിട്ട്, മെച്ചമായിട്ടുള്ളൊരു ജീവിതം നയിപ്പിക്കുന്നതിനുള്ള സഹായം ചെയ്യുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ. ഒരിക്കലും അവർ നമ്മുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരല്ല. അതാണ് പറയുന്നത്, മനുഷ്യന് മൂർച്ച കൂട്ടുന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് നമുക്ക് നമ്മുടെ ഒരു ഭാവി ജീവിതത്തിൽ പോലും നന്മ കാണുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പിന്നെ 5-ാമതായിട്ട് സമീപത്തുള്ള അയൽക്കാരൻ്റെ മൂല്യം, വാല്യൂ ഓഫ് പ്രോക്സിമിറ്റി. സഹോദരങ്ങൾ ദൂരത്തായിരിക്കും, എന്നാൽ നമുക്കൊരു അത്യാവശ്യ സഹായം ആവശ്യമെന്ന് വന്നാൽ ദൂരത്തുള്ള സഹോദരനേക്കാൾ അടുത്ത അയൽക്കാരൻ സഹായിക്കാനെത്തും. നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്, ഒരു ആപത്തോ ഒരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ, പ്രത്യേകിച്ച് ആരുമില്ല വീട്ടിൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൂരെ ഇരിക്കുന്ന നമ്മുടെ സ്വന്തങ്ങളെയോ ബന്ധങ്ങളെയോ സഹോദരങ്ങളെയോ ഒന്നും വിളിക്കാനൊക്കത്തില്ല. വിളിച്ചാലും അവർക്ക് ഓടിയെത്തുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള അയൽക്കാരെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്, അല്ലേ? അപ്പം അവരായിരിക്കും, അടുത്തുള്ളവരാണ് അവരെ കൊണ്ട് മാത്രമേ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അവനെ പകയ്ക്കാതെ അവനെ സ്നേഹിക്കാൻ പഠിക്കുക. ദൂരെയുള്ള സ്വന്തം ബന്ധങ്ങളെക്കാളും അടുത്തുള്ള അയൽക്കാരൻ എത്ര ബെറ്റർ ആണ്. അവരെ സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരുമായിട്ട് നല്ല ഒരയൽ ബന്ധമുണ്ടായിരിക്കുക. അയൽക്കാർ നമ്മൾക്ക് ആവശ്യമെന്ന് അയൽക്കാരനെ സ്നേഹിക്കുക. അത്യാവശ്യമെന്ന് പറഞ്ഞാൽ ഓടി വരാൻ അയൽക്കാരനെ കാണുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 6, ജാഗ്രതയും കരുതലും, സ്റ്റുവേർഡ്ഷിപ്പ്. ആടുകളുടെ അവസ്ഥ നന്നായി അറിയുക ഒരു നല്ല ഇടയിൽ മാത്രമേ ആടുകളുടെ അവസ്ഥ അറിയുവാൻ സാധിക്കൂ. കഠിന അധ്വാനത്തിലൂടെയും വിവേകത്തിലൂടെയുമുള്ള ആസൂത്രണം ജീവിതത്തിൽ വിജയം നൽകും. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം എന്നുള്ളത് വരണമെന്നുണ്ടെങ്കിൽ കഠിന അധ്വാനം ഉണ്ടായിരിക്കണം, വിവേകം ഉണ്ടായിരിക്കണം, അല്ലേ? അധ്വാനവും വിവേകത്തിലൂടെയും ഓരോ കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും നൽകുന്നത്. കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ നേരായിട്ടുള്ള വഴിയിൽ നടത്തുന്നത്. കർത്താവായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമാണെന്ന് പറയുന്നത് കൊണ്ട് വചനത്തെ ആശ്രയിക്കുക. വചനം നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കും. കർത്താവ് വചനങ്ങളിലൂടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ.